നമസ്കാരം. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വിചിത്രമായ സഖ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവും കൂടാതെ നമുക്ക് പറയാം അത് ഇന്ത്യ മുന്നണിയാണെന്ന്. BJPയേക്കാൾ കൂടുതൽ ഹിന്ദുത്വ പാർട്ടിയായ പ്രാദേശികവാദവും മണ്ണിന്റെ മക്കൾ വാദവും പ്രധാന രാഷ്ട്രീയമായി കൊണ്ടു നടക്കുന്ന ശിവസേനയും സോഷ്യലിസ്റ്റ് പ്രത്യയശാസ്ത്രം പിൻപറ്റുന്ന എന്ന് പറയുന്ന സമാജ്വാദി പാർട്ടിയും ഒരു കുടക്കീഴിൽ വരുമ്പോൾ ബംഗാളിൽ കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന മമതാ ബാനർജിയുമായി കേന്ദ്രത്തിൽ കോൺഗ്രസ് നീക്കുപോക്കിനും തയ്യാറാകുന്നുണ്ട്. കൂടാതെ കോൺഗ്രസിന്റെ അഴിമതി രാഷ്ട്രീയത്തിനെതിരെ രംഗത്ത് വന്ന ആം ആദ്മി ഇപ്പോൾ അവരുടെ തോളിൽ തന്നെ കൈയിട്ട് നടക്കുന്നു. എന്നാൽ ഈ ആം ആദ്മിക്ക് തരം കിട്ടിയാൽ പടി കൊടുക്കാനും നമ്മുടെ കോൺഗ്രസിന് യാതൊരു മടിയുമില്ല കേട്ടോ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിച്ചെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ഇരു പാർട്ടികളും വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴിതാ ഇതിന് പിന്നാലെ ഒരു വിചിത്ര നയവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യ മുന്നണി. ഹരിയാനയിലും ദില്ലിയിലും നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ സഖ്യമുണ്ടാകില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ്. അതേസമയം മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഇന്ത്യ സഖ്യം ഒരുമിച്ച് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ അത് ആവശ്യമില്ലെന്നുമാണ് ജയറാം രമേശിന്റെ കണ്ടുപിടുത്തം. എന്തായാലും വ്യക്തികളല്ല ആശയമാണ് പ്രധാനമെന്ന് പറയുന്ന ഇന്ത്യ സഖ്യത്തിന് വോട്ട് ബാങ്ക് രാഷ്ട്രീയവും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയവും അല്ലാതെ പൊതുവായി ഒന്നുമില്ല എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ജയറാം രമേശിന്റെ ഈ തുറന്നു പറച്ചിൽ. കൂടാതെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ തോൽവിയിൽ നിന്നും ഇപ്പോഴും കരകയറാൻ നമ്മുടെ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒത്തുപിടിച്ചാൽ മലയും പോരുമെന്ന ഒരു പഴഞ്ചൊല്ലില്ലേ, അതുപോലെ എല്ലാ പാർട്ടികളും ചേർന്ന് രൂപീകരിച്ച ഈ അവിയൽ മുന്നണി ഇത്തവണ BJP സർക്കാരിനെ തകർത്ത് തരിപ്പണമാക്കുമെന്ന് തന്നെയായിരുന്നു ഈ വോട്ടെടുപ്പ് വരുന്നത് വരെയും അവരുടെ പ്രതീക്ഷ. എന്നാൽ ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷകളെ തകർത്ത് തരിപ്പണമാക്കുന്നതായിരുന്നു നമ്മൾ ഫലത്തിൽ കണ്ടത്. എന്നാൽ തിരഞ്ഞെടുപ്പിൽ ഒന്നിച്ച പാർട്ടികളെല്ലാം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പരസ്പരം പോരടിക്കുന്നതും നമ്മൾ കാണുന്നു. അതിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് ദില്ലിയിൽ നടക്കുന്ന ആം ആദ്മിയും കോൺഗ്രസും തമ്മിലുള്ള ഈ അകൽച്ചയും സൂചിപ്പിക്കുന്നത്. ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യും, ശത്രുവിനെ പോലും കൂട്ടുപിടിക്കും. എന്നാൽ ആവശ്യം കഴിഞ്ഞാൽ കറിവേപ്പില പോലെ ഇവരെ തള്ളിക്കളയുകയും ചെയ്യും. അതാണ് ഇന്ന് ഇന്ത്യ മുന്നണിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.